പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, ഈ പുതിയ ദിനത്തിൻ്റെ സമ്മാനത്തിനും അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയെ പീഡിപ്പിക്കുന്ന ഒരാളെ സുവിശേഷത്തിൻ്റെ നിർഭയനായ അപ്പസ്തോലനായി മാറ്റിയ അങ്ങയുടെ കൃപയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു. ഞങ്ങളും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളും അങ്ങയുടെ സത്യത്തിൻ്റെ സന്ദേശവാഹകരുമാകേണ്ടതിന് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും തുറക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക, ഞങ്ങളുടെ ചുവടുകളെ നയിക്കുക. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കാനുള്ള തീക്ഷ്ണത ഞങ്ങളിൽ നിറയ്ക്കുക. സങ്കീർത്തകനോട് ചേർന്ന് 19-ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കൃപാലുവായ ദൈവമേ, വിശുദ്ധ പൗലോസിൻ്റെ മധ്യസ്ഥതയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയ അതേ കൃപയാൽ ഞങ്ങളെയും നവീകരിക്കണമേ. പാപത്തിൽ നിന്ന് പിന്തിരിയാനും വിശുദ്ധിയിലേക്കുള്ള അങ്ങയുടെ വിളി സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ധൈര്യത്തോടെ വിശുദ്ധ പൗലോസിനെ പോലെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളാക്കാൻ ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ വിശുദ്ധ പൗലോസിൻ്റെ മധ്യസ്ഥതയിൽ ദൈവപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അവൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കുകയും നമ്മോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ. അവൻ നമ്മെ ദയയോടെ നോക്കുകയും അവൻ്റെ സമാധാനം നൽകുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.